എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 12 ദിവസം തികയാണ്. അപ്പോൾ ഇതുവരെയായിട്ടും ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികളെ എന്തുകൊണ്ട് പിടികൂടിയില്ല? പാകിസ്ഥാൻ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല? സൈനിക നടപടികളുടെ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ത്യ മറുപടി കൊടുക്കുന്നില്ല എന്ന ചോദ്യം എല്ലാ ഇന്ത്യക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത 5 പേരിൽ ഒരാളെങ്കിലും ജീവനോടെ പിടികൂടുക. അവരിപ്പോഴും ആ പെഹൽഗാമിലെ ആ 25 കിലോമീറ്റർ ചുറ്റുമുള്ള പൈൻ കാടുകളിലുണ്ട്. അവരെങ്ങനെങ്കിലും ജീവനോട് പിടികൂടണം. എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തിന് റിപ്പോർട്ട് വന്നിരുന്നു, ഈ അവിടെ പെഹൽഗാമിലെ കാടിനകത്തുള്ളൊരു വീട്ടിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ട് അവർ വന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. പക്ഷേ എന്ത് തന്നെയാലും ഇന്ത്യ പ്ലാൻ ചെയ്തത് ഇവർ ജീവനോടെ പിടികൂടുക. അതായത് അത് കഴിഞ്ഞിട്ടായിരിക്കാം പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലെ UN-ലേക്ക് ഇന്ത്യക്ക് അത് ഭാവിയിൽ തിരിച്ചടി ഉണ്ടാകും. ഇന്ത്യ കയറി പാകിസ്ഥാനെ കയറി സൈനിക നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിവിലിയൻസ് കൊല്ലപ്പെടാം. അപ്പോൾ പാകിസ്ഥാൻ UN-ൽ കയറിയിട്ട് ഇന്ത്യക്കെതിരെ അത് ആയുധമാക്കി മാറ്റാം. അപ്പോൾ ജീവനോടെ പിടികൂടിയിട്ട് ഒരു വ്യക്തമായി തെളിവുണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ, അതായത് പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പാകിസ്ഥാൻ്റെ പങ്ക് തെളിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ മുംബൈ ഭീകരാക്രമണത്തിലൊക്കെ കണ്ടില്ലേ, അജ്മൽ കസബിനെ ജീവനോട് പിടിച്ചുകൊണ്ടല്ലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ തഹാവൂർ റാണയൊക്കെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യയുടെ സോളിഡ് പ്രൂഫ് ഉണ്ടായിരുന്നു പാകിസ്ഥാൻകാരാണ് ചെയ്തത് എന്നൊക്കെയല്ലേ. അപ്പോൾ അതൊക്കെ ആ തെളിവുകൾ അത്തരത്തിലുള്ള എന്താ പറയുക സോളിഡ് പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഈ തഹാവൂർ റാണയൊക്കെ ഭാവിയിൽ ഇന്ത്യക്ക് വിട്ടുകിട്ടേണ്ടി വന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പോലും ഒരു പ്രശ്നമുണ്ടായില്ല. അപ്പോൾ അതാണ് സൈനിക നടപടി സ്വീകരിക്കാൻ ഒരു ഡിലേ ഇടുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥ യാഥാർത്ഥ്യം. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്, ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ, അതായത് സയ്യിദ് അസീം മുനീർ അഹമ്മദ് ഷാ എന്ന് പറയുന്ന അസീം മുനീർ ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് 22-ാം തീയതിയാണ് ആക്രമണം നടന്നത്. 27-ാം തീയതി അദ്ദേഹം മുങ്ങിയതാണ്. ഇന്നിപ്പോൾ മെയ് 4 ഇത്രയും ദിവസം അദ്ദേഹം എവിടെയാണെന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ല. അപ്പോൾ പാകിസ്ഥാനിലെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും അവിടുത്തെ ജനാധിപത്യവാദികളായ കുറച്ച് ശതമാനം ആൾക്കാരൊക്കെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. അതായത് ഇങ്ങനൊരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ, അതായത് ഇന്ത്യ ഏത് നിമിഷവും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യും എന്ന ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ സൈനിക മേധാവി തന്നെ കാണാനില്ല. സൈനിക മേധാവി ഒരു തരത്തിലും എവിടെയും കാണാനില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ ഇമ്രാൻഖാനൊക്കെ വലിയ സീനാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടുത്തെ ചെറിയ ഒരു ശതമാനം വരുന്ന ജനാധിപത്യവാദികളും അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അവിടുത്തെ ചില മാധ്യമങ്ങൾ, ഈ പാകിസ്ഥാനിലെ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, അതായത് UK-ലേക്ക് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്. അപ്പോൾ അവർ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ അസീം മുനീർ ഇന്ത്യൻ കസ്റ്റഡിയിലാണെന്ന്, അതായത് ഇന്ത്യയുടെ അജ്ഞാതൻ്റെ കസ്റ്റഡിയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇന്നലെ പോലും പാകിസ്ഥാനിലെ മീഡിയയിൽ അത് വെച്ച് ചർച്ച ചെയ്തിരുന്നു. അതായത് അസീം മുനീർ ഇന്ത്യൻ കസ്റ്റഡിയിലാണോ, ഇന്ത്യൻ ജയിലിലാണോ എന്ന തരത്തിലുള്ള ഒരു വാർത്ത, ഒരു ഡിബേറ്റൊക്കെ അവിടുത്തെ ദേശീയ ചാനലൊക്കെ എന്താ പറയുക ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഖോജ ആസിഫ് ഒരു പടം പുറത്തുവിട്ടിരുന്നു. അതായത് അബോട്ടാബാദിൽ കഴിഞ്ഞ ദിവസം ഞാനും അസീം മുനീറൊക്കെ ഒരുമിച്ചുള്ള ഒരു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടം പുറത്തുവിട്ടിരുന്നു. പക്ഷേ UK-യിലുള്ള പാകിസ്ഥാൻകാരനെ അത് പൊളിച്ചടുക്കി കൊടുത്തിരുന്നു. ആ പടം ഏകദേശം 1.5 വർഷം മുന്നേ എടുത്തൊരു പടമാണെന്ന തരത്തിലുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫാക്ട് ചെക്ക് വഴിയെല്ലാം പുറത്തു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. ഈ ക്രൂഷ്യൽ മൊമെൻറ്റിൽ അസീം മുനീർ അവിടെ ഇല്ല, എന്തായാലും പാകിസ്ഥാനിലില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും 3 മക്കളുണ്ട്. 3 മക്കളും ഭാര്യയും 3 മക്കളും ഇപ്പോൾ UK-യിലേക്കാണ്. അസീം മുനീറിന് UK-യിൽ വീടുകളൊക്കെ ഉണ്ടെന്നുള്ളൊരു വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് കേട്ടോ. UK-യിലേക്ക് 1-2 വീടുകൾ ഉണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാലും അസീം മുനീർ പാകിസ്ഥാനിലില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യയുടെ ചാരന്മാർ, അതായത് അജ്ഞാതൻ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാകിസ്ഥാനിലേക്ക് കയറി ഒരാളെ വെടിവെച്ച് കൊല്ലുന്നില്ല, അജ്ഞാതന്മാർ പാകിസ്ഥാനിലല്ല എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവന്മാരുടെ കസ്റ്റഡിയിലാണെന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത് പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. അത് ഇന്ന് എന്താ പറയുക അതിന് ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളൊക്കെ എന്താ പറയുക അത് ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്, ഈ അസീം മുനീർ ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ കസ്റ്റഡിയിലായോ എന്ന തരത്തിലുള്ള. അപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ആവശ്യം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ സിവിലിയൻസിനെ അധികം കൊല്ലണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹമില്ല. ഇന്ത്യയുടെ പണ്ടേയുള്ള ഒരു നിലപാടാണ്. അതായത് ഒരു യുദ്ധത്തിന് ഒരു ഇതില്ലാത്ത, യുദ്ധം ആഗ്രഹിക്കാത്ത ഒരു രാജ്യമാണ്. അത് ഇൻ കേസ് ഉണ്ടായാൽ തന്നെ മാക്സിമം സിവിലിയൻസിന് ഡാമേജ് ഇല്ലാത്ത തരത്തിൽ, സിവിലിയൻസിന് കൊല്ലാത്ത തരത്തിലാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ. അപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ എന്ത് തന്നെയായാലും ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി പാകിസ്ഥാൻ എന്നേക്കുമായിട്ടുള്ള, ചെറിയ തിരിച്ചടിയില്ല, എന്നേക്കുമായിട്ടുള്ള ലൈഫ് ടൈം ആയിട്ട് അവർക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി ഒരു തരത്തിലും ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്യില്ല, അത്തരം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യില്ല എന്നില്ല ഒരു ഇത് അവർക്ക് ഉണ്ടാവണം. അത്തരത്തിലുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു മറുപടി തന്നെ കൊടുക്കണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്ത് ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ പാകിസ്ഥാൻ സൈനിക മേധാവി, അതായത് ഈ പാകിസ്ഥാൻ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം ഓവർസീസ് പാകിസ്ഥാനീസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്താ പറയണ്ടേ, കാശ്മീർ നമ്മുടെ കഴുത്തിലെ നരമ്പാണെന്നൊക്കെ പറഞ്ഞില്ലേ,
കഴുത്തിലോടുന്ന നരമ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കാശ്മീർ എടുത്തോട്ട് തീവ്ര വർഗീയത ഇളക്കി വിട്ടിട്ട് എന്താ പറയുക, അവരെ എന്താ പറയുക, അവരുടെ ഒരു പ്രീതി പിടിച്ചു വെട്ടാൻ പറ്റുകയാണ് ഈ അസീം മുനീർ ലക്ഷ്യം വെക്കുന്നത്. അസീം മുനീർ മുമ്പ് പാകിസ്ഥാൻ്റെ ISIയുടെ ഹെഡായിരുന്നു. ISI എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാരസംഘടനയാണ്. ഇന്ത്യയിലേക്ക് എന്നേക്കുമായി എപ്പോഴും തീവ്രവാദികളെ കയറ്റിവിട്ട് പരിശീലിപ്പിച്ച് തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നത് ISI ആണ്. അപ്പോൾ അതിൻ്റെ തലവനായിരുന്നു ഈ അസീം മുനീർ. ഈ അടുത്ത കാലത്താണ് എന്താ പറയുക പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ട് ഈ അസീം മുനീർ വരുന്നത്. അപ്പോൾ അസീം മുനീർ ലക്ഷ്യം വെക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാകുകയാണെന്ന്. അപ്പോൾ ഇതിനെതിരെ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അറിയാം അസീം മുനീറിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, നോട്ടം എങ്ങോട്ടാണെന്നില്ലേ. അപ്പോൾ ഈ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇന്ത്യൻ ഏജൻസികളായിട്ട് എന്താ പറയുക അവരെ സഹായിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിലുള്ള ജനാധിപത്യവാദികളും ഒരു ചെറിയ ശതമാനം വരുന്ന ജനാധിപത്യവാദികളൊക്കെ ഈ അസീം മുനീറിനെ എന്താ പറയുക ഇന്ത്യൻ ചാരന്മാർക്ക് ഒറ്റിക്കൊടുത്തോ, ഇന്ത്യൻ അജ്ഞാതന്മാർക്ക് ഒറ്റിക്കൊടുത്തോ, അങ്ങനെ മുനീർ പിടിയിലായോ, അജ്ഞാതന് പിടിയിലായോ എന്നുള്ളൊരു സംശയമാണ് അവിടെ വരുന്നത്. അത് നമുക്കറിയാം, കാർഗിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്താ പറയുക കാർഗിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച അന്നത്തെ സൈനിക മേധാവിയായിരുന്ന പർവേസ് മുഷറഫായിരുന്നു. ഭാവി അദ്ദേഹം പ്രധാനമന്ത്രിയില്ലേ. അപ്പോൾ അതേ ഒരു പോക്കിലേക്കാണ് ഈ അസീം മുനീറും കളിക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളൊന്നും പിടിക്കുന്നില്ല കുറച്ച് ആൾക്കാർക്ക്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ പാകിസ്ഥാനിലെ ആൾക്കാരനെ അസീം മുനീറിനെ ഒറ്റിക്കൊടുത്ത് ഇന്ത്യയുടെ കസ്റ്റഡിയിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ക്രൂഷ്യൽ മൊമെൻറ്റിൽ യുദ്ധം, അതായത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി പുലർച്ചെ പത്രസമ്മേളനം നടത്തി പറയുണ്ടായി ഇന്ത്യ അടുത്ത 46 മണിക്കൂറിലോ 38 മണിക്കൂറിലോ ഏത് നിമിഷം ഇന്ത്യ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അവിടെ ഇല്ല. അത് ഗുരുതരമായൊരു കാര്യമല്ലേ. അപ്പോൾ ഇവിടെ പോയി ചിലവരൊന്ന് റാവൽപിണ്ടിയിലെ ബങ്കറിലാണുള്ളത്. പക്ഷേ ഈ റാവൽപിണ്ടി എന്ന് പറയുന്നത് അസീം മുനീറിൻ്റെ ജന്മസ്ഥലമാണ്. അപ്പോൾ അവിടെ സൈനിക ക്യാമ്പിലുള്ള ബങ്കറിലാണ് ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ പറയുന്നത് ഇൻ കേസ് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും അസീം മുനീർ മനസ്സിലായി ഇന്ത്യ എന്ത് തന്നെയായാലും തന്നെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെ കൊന്നിട്ടല്ല, പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കൊന്നിട്ടല്ല, നേരെ മറിച്ച് അസീം മുനീർ പാകിസ്ഥാൻ്റെ ആർമി ചീഫ്, അതായത് ഈ ഇപ്പോൾ ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്ന എന്താ പറയുക മുൻ ISI മേധാവിയും ഇപ്പോഴത്തെ സൈനിക മേധാവിയുമായ അസീം മുനീറിനെ തട്ടുക. പിന്നെ ലഷ്കർ ഇ തോയ്ബയുടെ ഹഫീസ് സയ്യിദ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസർ, ഇവന്മാരൊക്കെ തട്ടലാണ്. ഇത്തരത്തിലെ തീവ്രവാദ സംഘടനയെല്ലാം ഇത്തരത്തിലെ തീവ്രവാദി സംഘടന വേരോടെ പിഴുതെറിയാനാണ് ഇന്ത്യ ഈ അവസരം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് തെളിവ് ആവശ്യമാണ്. പാകിസ്ഥാൻ്റെ ഒരു പങ്ക്, പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ ഒരു പങ്ക് ആവശ്യമാണ്. ജീവനോടെ ഇവന്മാരെ പിടിക്കണം. അതുകൊണ്ടാണ് ഒരു ഡിലേ ഇടുന്നത്. അല്ലാതെ പാകിസ്ഥാനെതിരെ ഇപ്പോൾ പെട്ടെന്ന് നാളെ കയറി എന്നതുകൊണ്ട് ഇവിടുത്തെ ആവേശത്തിന് പുറത്ത് ചെയ്യേണ്ട കാര്യമില്ല ഒരു യുദ്ധം. യുദ്ധം എന്ന് വെച്ചാൽ അത് എത്രയോ കാലം അപ്പുറത്ത് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളായ UN അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു നടപടി, അനുകൂലമായ ഒരു ഇത് ഉണ്ടാവണമെങ്കിൽ ഒരു സോളിഡ് എവിഡൻസ് വേണം. അപ്പോൾ അതിന് നേരത്തെ പുറത്തു വന്നിരുന്നു ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഒരു ഹഷീം മൂസ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ മുൻ കമാൻഡോ ആയിരുന്നു, പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോ ആയിരുന്നു. ആ തീവ്രവാദിയാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചത്, നേരിട്ട് പങ്കെടുത്തത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു, ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് ആര് പാകിസ്ഥാൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക ഈ ഭീകരാക്രമണത്തിൽ എങ്ങനെ പങ്കെടുത്തു, അതൊക്കെ എന്താ പറയുക ജീവനോട് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. പിന്നെ പാകിസ്ഥാനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു കഴിഞ്ഞാലും ഒരുത്തരും ചോദിക്കാൻ വരില്ല, അല്ലെങ്കിലും ആരും ചോദിക്കാനും വരുന്നില്ല. UN ഒക്കെ ചുമ്മാണ്. പക്ഷേ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ ഭാവിയിൽ എന്താ പറയുക പല ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നീക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക ഇന്ത്യക്ക് പ്രതികൂലമായി ബാധിക്കാം. അത് കാരണമാണ് ഇവരെ പിടിക്കാൻ ഡിലേ ഇടുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്ത്യ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് എന്തായാലും പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കും. അത് അവിടുത്തെ സിവിലിയൻസിന് അധികം ഡാമേജ് ഉണ്ടാക്കിയിട്ടല്ല, നേരെ മറിച്ച് അസീം മുനീറിനെ പോലെ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്ന അസീം മുനീറിനെ പോലെയും ലഷ്കർ ഇ തോയ്ബയുടെ ഹഫീസ് സയ്യിദിനെയും ജെയ്ഷെ മുഹമ്മദിൻ്റെ മസൂദ് അസറിനെ പോലെയുള്ള ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരെ തട്ടുക എന്ന് തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രൈം ടാർഗറ്റ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹഫീസ് സയ്യിദിനെ എന്താ പറയുക ലഹോറിലെ മുല്ല മഹലിലെ ഭയങ്കര ആൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നത്. അതായത് അവർക്കറിയാം എന്തായാലും ഇന്ത്യ സിവിലിയൻസിന് അധികം താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് എന്താ പറയേണ്ടത് ബവൽപൂരിൽ നിന്ന് ഇവിടത്തേക്ക് മാറ്റിയത്, ഈ ആൾ താമസമുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യ വരും ദിവസങ്ങളിൽ അധികം വൈകാതെ തന്നെ തക്കതായി മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് അസീം മുനീറിനെ പോലെയുള്ള ആൾക്കാരെ തട്ടുക എന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.